സെഡാൻ വെഹിക്കിൾസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴി കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ ഷുവർ സ്റ്റക്ക് ആകും. ഇതാണ് അന്ധരായവർക്ക് കാഴ്ച നൽകുന്ന ഇലാമ പഴം. ചുമ്മാ പറഞ്ഞതാട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെൻസേഷൻസ്. ഞാൻ ആർദ്രാശ്യം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് വയനാട്ടിൽ വൈത്തിരിയിൽ സ്ഥിതി ചെയ്യുന്ന അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ടിലാണ്. അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഒരു റിസോർട്ടിൽ വരുന്നത്. അപ്പം ഞങ്ങൾ വന്ന് കൽപ്പറ്റയൊക്കെ കഴിഞ്ഞ് വൈത്തിരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഈ സ്പോട്ടിലേക്ക് തിരിയുന്ന റോട്ടിലെത്തിയപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് വരുന്നതെന്നുള്ളൊരു ഇത്രയും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു നന്നായിരിക്കുന്നു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങളിത് കണ്ടോ? ഞങ്ങൾ റിസോർട്ടിൽ എത്തിയില്ല. അതിന് മുമ്പുള്ള വ്യൂ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹലോ, അപ്പം നമ്മൾ അബാദ് ബ്രൂക്ക് സൈഡ് എന്നുള്ള റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് പ്രതീക്ഷയിലാണ് വന്നത്. എൻ്റെ പ്രതീക്ഷകളൊന്നും തെറ്റിക്കാതെ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരു 4 മടങ്ങ് 5 മടങ്ങ് ഇരട്ടിയായിട്ട് ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ ഇതുവരെ സ്റ്റേ ചെയ്തതിൽ ചിലപ്പോൾ എനിക്ക് പറയേണ്ടി വരും, ഇതുവരെ സ്റ്റേ ചെയ്തതിൽ എനിക്കിഷ്ടപ്പെട്ട റിസോർട്ടുകളിൽ ഒന്നായിരിക്കും ഇത്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ ഇതുവരെ സ്റ്റേ ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഭംഗിയുള്ളതും കുറച്ചും കൂടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും ഈ റിസോർട്ടാണെന്ന് വേണം പറയാൻ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ കാടാണ്, അതുപോലെ ഒരു സൈഡിൽ റിസോർട്ടിൻ്റെ കോട്ടേജസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട്. അവർക്ക് ആർട്ടിഫിഷ്യൽ സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ പോണ്ട് ഉണ്ട്, പിന്നെ ഒരു പ്ലേയിങ് ഏരിയ, പിന്നെ നമുക്കിങ്ങനെ ഇതുപോലെ നടക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ, ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ. ഏകദേശം 7 ഏക്കേഴ്സിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 32 കോട്ടേജസ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ കോട്ടേജസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതായത് റിവർ സൈഡിലുള്ളത് വേറെ കാറ്റഗറിയാണ്, അതുപോലെ തന്നെ ഗാർഡൻ സൈഡിലുള്ളത് വേറെ കാറ്റഗറിയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ പ്രൈവറ്റ് പൂള്, റൂമിൽ നിന്ന് തന്നെ ഉള്ള നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് പൂളുള്ള റൂംസും അവൈലബിൾ ആണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഗാർഡൻ ഏരിയയിലെ ഒരു കോട്ടേജ് ആണ്. അതിന് എല്ലാത്തിനും ബാൽക്കണീസ് ഉണ്ട്. ഒരു റൂംസും ഞങ്ങളിപ്പോൾ നടന്നു നോക്കുമ്പോൾ കാണുമ്പോൾ ഒരു റൂംസും മോശമല്ല, ഒരു രക്ഷയില്ലാത്ത വളരെ മനോഹരമായിട്ടാണ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോറസ്റ്റ് സൈഡിലാണ്. ഇവിടെയും കുറേ കോട്ടേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ കോട്ടേജസിൽ നിന്നും ഇതുപോലെയുള്ള ചെറിയ നടപ്പാതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങുമായിട്ട് നമുക്കിങ്ങനെ മതി വരാതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയ ചെറിയ പാസേജസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പ്രൈവറ്റ് പൂള്, മെയിൻ പൂളുണ്ട്, ആർട്ടിഫിഷ്യൽ പൂൾ, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ പോണ്ട് ഇവിടെ ഉണ്ട്.
നല്ല ഗാർഡനിങ്, നല്ല നല്ല പൂക്കള്, വലിയ മരങ്ങള്, ചെടികള് ഒക്കെ ആയിട്ട് നമുക്ക് മൈൻഡ് നല്ല റിലാക്സ് ആവുന്ന ഒരു ടിപ്പിക്കൽ വെക്കേഷൻ റിസോർട്ട്, അങ്ങനെ വേണം ഇതിനെ പറയാൻ വേണ്ടിയിട്ട്. Like a subtle frill, shadows dance on the windowsill. Concrete dreams in the glow collide. Breathe it in, let the waves decide. Streetlights flicker, a Morse code plea. കാടിനോട് ഓരം ചേർന്നാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ചീവീടുകളും അതുപോലെ തന്നെ പലയിനം പക്ഷികളൊക്കെ കരയുന്ന ശബ്ദം കാട്ടിൽ നിന്ന് ഉയരുന്നു. അതിനോട് ചേർന്ന് ഒരു കുഞ്ഞരുവി ഒഴുകുന്നുണ്ട്, അതിന്റെ കളകള ശബ്ദം ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു മഴയും ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. Soulstone stars light their reckless gaze. We're chasing nightlights in the city, spinning wild dreams. കുറെ നേരമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ഇതുവരെയായിട്ടും ഈ റിസോർട്ടിന്റെ ഒരു ഹാഫ് പോർഷൻ വരെ ഞാൻ കവർ ചെയ്തിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതുപോലെ കുറെ പാസേജസ് ആണ് എല്ലാ സ്പോട്ടുകളിലേക്കും നമുക്ക് പോകാനുള്ളത്. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നടന്ന് തീരില്ല, അത്രയ്ക്ക് കാണാനുണ്ട് ഇവിടെ. വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു അത്ര നിങ്ങൾക്ക് വളരെ കാമായിട്ട് നിങ്ങൾക്ക് ഒരു വെക്കേഷൻ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്ന ഒരു റിസോർട്ട് ആയിരിക്കും ഇത്. ഇവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റി നമുക്ക് എല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ആണ്. ഒരു കുറ്റം പറയാൻ എവിടെയുമില്ല. ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ റൂം സർവീസ് ആണെങ്കിലും റൂംസ് ആണെങ്കിലും ക്ലീൻനെസ് കാര്യങ്ങളും ഒക്കെ വളരെ ഹൈ സ്റ്റാൻഡേർഡ് ആണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുറ്റമായിട്ട് ഒന്നും തന്നെ നമുക്ക് ഈ റിസോർട്ടിൽ പറയാനില്ല. ഭയങ്കര സാറ്റിസ്ഫൈ ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കവർ ചെയ്ത് എല്ലാം കണ്ടിട്ട് നമുക്ക് റൂമിലൊക്കെ റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഐ തിങ്ക് മിനിമം ഒരു 2 days നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. കാടും മഴയും കാട്ടരുവിയും ഇന്നത്തെ എൻ്റെ ദിവസം മനോഹരമാക്കിയത് അബാദ് ബ്രൂക്ക് സൈഡിലെ ഈ ഒരു കോമ്പിനേഷൻ ആണ്. കാട്, നല്ല മഴ, കാട്ടരുവി. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറെ കോട്ടേജസ് ഉണ്ട്. മോസ്റ്റ്ലി മഴക്കാലം ആണെങ്കിലും ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. എല്ലാവരും വരുന്ന ഒരു റിസോർട്ടാണിത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ അടുത്ത കാലത്ത് മഴക്കാലത്ത് തന്നെ ഞാൻ മറ്റ് 1-2 റിസോർട്ടിലൊക്കെ പോയപ്പോൾ വളരെ നല്ല റിസോർട്ട്സ് ആയിരുന്നു. എങ്കിലും അവിടുത്തെ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ പച്ചിലകളൊക്കെ വീണ് അവിടുത്തെ മെയിൻ്റെനൻസ് കുറച്ച് ഡൗൺ ആയിരുന്നു എന്ന് പറയണം. പക്ഷെ ഇവിടെ എനിക്കറിയില്ല, ഒരുപാട് ഓൾമോസ്റ്റ് 45 എംപ്ലോയീസ് ഇവിടെ താമസിച്ചാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞത്. അത് കാരണമായിരിക്കാം മഴയോ വെയിലോ ഒന്നും ഇവർക്ക് ഒരു പ്രശ്നമല്ല. അബാദ് ബ്രൂക്ക് സൈഡിന് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഈച്ച് ആൻഡ് എവറി കോർണർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈവൻ നമ്മളുടെ സീറ്റിംഗ് ഏരിയ ആണെങ്കിൽ പോലും അതിലൊരു ഇല പോലും വീണ് കിടക്കുന്നില്ല. അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇവിടെ. ഇതാണ് അന്ധരായവർക്ക് കാഴ്ച നൽകുന്ന ഇലാമ പഴം. ചുമ്മാ പറഞ്ഞതാട്ടോ. എനിക്ക് ഈ കായ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മോഹൻലാലിന്റെ ഗുരു എന്ന് പറയുന്ന മൂവിയിൽ ഇലാമപ്പഴമാണ്. പക്ഷെ സത്യത്തിൽ എനിക്കിത് എന്താണെന്നറിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാനിത് എന്തായാലും ഇവരോട് ചോദിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. വീഡിയോ കാണുന്നവർക്ക് ഇത് മുമ്പ് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ആദ്യമായിട്ട് അത് കാണും. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇവരോട് ചോദിക്കും ഇത് എന്തിന്റെ കായയാണ് എന്നുള്ളത്. അതുപോലെ ഞാനിത് ഇവിടെ തന്നെ ഇടുവാണ്. ഈ പറഞ്ഞതുപോലെ നല്ല മരങ്ങൾ വെട്ടിക്കളയാതെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട്
എക്സ്ട്രീംലി സൂപ്പർ 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 ഗാർഡനിങ്, അടിപൊളിയായിട്ടും പറഞ്ഞതുപോലെ അവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, പിന്നെ ഇവിടെ ഒരു വോളിബോൾ കോർട്ട് ഉണ്ട്, വേനൽക്കാലത്തൊക്കെ വരികയാണെങ്കിൽ കളിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഇവിടെ, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള. അതായത് ഓരോ കോട്ടേജസിനും സ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യമാണ്, ഓരോ കോട്ടേജിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി നൽകുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഓരോ കോട്ടേജസിനും. സോ അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ടിന്റെ പൂളിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു നല്ല വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി പൂളാണിത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് വ്യൂ കിട്ടുന്നത് ഈ പറഞ്ഞ ഒരു അരുവിയിലേക്കും കാട്ടിലേക്കുമാണ്. അപ്പോൾ കോട്ടൺ ഡ്രസ് നോട്ട് പെർമിറ്റഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്വിമ്മിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മറക്കാതെ സ്വിം സ്യൂട്ട് കരുതുക. പിന്നെ ഇതിന്റെ തൊട്ട് മുകളിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഒരു മല കാണാം. എത്ര നേരം നിന്നാലും നമുക്ക് മടുക്കാത്ത അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ
ഒരു ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളും വൺ ഡേക്കാണ് ഇപ്പോൾ വന്നത്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങളും ഒരു ഡേ എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എങ്കിലും മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു നല്ലൊരു വെക്കേഷൻ മോഡ് കിട്ടുകയുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻട്രൻസിലാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് റിസപ്ഷൻ. നമ്മൾ ഡയറക്റ്റ്ലി ഇവിടെ കയറുന്നു. നമ്മളുടെ റൂം കീ എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിലേക്ക് പോകാം നമുക്ക്. പിന്നെ ഈ മരത്തിൽ ഒരു മലയണ്ണാനുണ്ട്. ഞാൻ ആദ്യമായിട്ടോ മലയണ്ണാൻ ഇത്ര അടുത്ത് കാണുന്നത്. ഞാനതിൻ്റെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാം. സാധാരണ ഇഷ്ടംപോലെ ഞാൻ വയനാട്ടുകാരിയാണല്ലോ, മലയണ്ണാനൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്. പക്ഷെ അയ്യോ ഇതിന് എന്തൊരു ഭംഗിയാ എന്ന് പറയുമ്പോഴത്തേക്കും അതങ്ങ് പോകും, അത്രയും സ്പീഡാണ് അതിന്. പക്ഷെ ഇന്ന് ഞാൻ നേരിട്ട് കുറച്ച് നേരം അതിനടുത്ത് നിന്ന് കണ്ടു. കുഴപ്പമില്ല, അത് ഒരു അത്ര വലിപ്പം ഇല്ലാത്തതാണ്. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ വരുമ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സെഡാൻ വെഹിക്കിൾസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വഴി കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഫോർ ഷുവർ സ്റ്റക്കാകും. അതുകൊണ്ട് ഇവരുടെ തന്നെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന സെഡാൻ വെഹിക്കിൾസിലാണെങ്കിൽ അത് ഇവരോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ താഴ്ന്ന് മേലേക്ക് കൊണ്ടുവരും. അല്ലാത്ത വണ്ടികളൊന്നും കുഴപ്പമില്ല, നമുക്ക് കയറി വരാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ടിൻ്റെ ചുരുക്കത്തിൽ എൻ്റെ ഒരു ബ്രീഫിംഗ് ഇതായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. വയനാട്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് റീസണബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു റിസോർട്ടാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് ഒരിക്കലും ഹയർ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം റൂംസ് ഞങ്ങൾ കാണിച്ചിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും റൂംസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ലക്ഷറി സ്റ്റൈലിൽ തന്നെയാണ് റൂംസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു കുറ്റമോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല, അത്രയ്ക്കും നല്ല റൂംസാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേ ചെയ്യുക. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഒട്ടും ഹയർ അല്ല. ഇവർ തരുന്ന ഫെസിലിറ്റി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഹയർ അല്ല. പിന്നെ നന്നായിട്ടുള്ളൊരു വെക്കേഷന് നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരിക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തുടർന്ന് എൻ്റെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്